നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഇപ്പോൾ ഒരു കെട്ടിപ്പിടിയുടെ ആ ഒരു പാട്ട് സീനാണ് ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതായത് മോദി എന്നെ കെട്ടിപ്പിടിക്കുന്നില്ല, രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ ചെന്ന് മോദിയെ കെട്ടിപ്പിടിക്കുന്നു. രാഹുലിനോട് പറഞ്ഞപ്പോൾ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ രാഹുലിന് സമ്മതമല്ല, അങ്ങനെ പാടില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് രാഹുൽ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇവിടെ കിടന്ന് കരയുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ രോദനം കേട്ടു. നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാമല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കുന്നത്, പിന്നെന്താ എന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ലെന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞത്, അത് മോശമായി പോയി. ഞാൻ അങ്ങോട്ടാരും കെട്ടിപ്പിടിക്കാറില്ല, ഞാനങ്ങനെ അമിതമായി ആരും സ്നേഹിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വികാരാധീനനായിട്ടാണ് പറയുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഘനഗാംഭീര്യമൊക്കെ പോയി. എന്നിട്ട് പറഞ്ഞ് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയെ തകർത്തത്. അഖിലേഷ് യാദവിനോടും തേജസ്വി യാദവിനോടും ഒക്കെ ഞാൻ വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയാണ് തകർക്കുന്നത്, വോട്ട് ചൊരി എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടത്തരം പറഞ്ഞ് ഇന്ത്യ മുന്നേ തകർക്കുന്ന വ്യക്തി രാഹുലാണ്. മമതയോടും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പിണറായി ഗീർവാണം അടിക്കുന്നുണ്ട്. ഈ കെട്ടിപ്പിടി രാഷ്ട്രീയത്തിൽ ചൊല്ലി ഇന്ത്യ മുന്നണി തകരുകയാണ് ശരിക്കും. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി സമ്പൂർണ്ണമായിട്ടൊരു തകർച്ചയിലേക്ക് പോവുകയാണ്. അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നേക്കുമായിട്ട് പുറത്താക്കപ്പെടും എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവർക്ക് ഇപ്പോൾ CPI പോലെയുള്ള കക്ഷികൾ കൂറുമാറി ഈ LDF ബാന്ധവം ഉപേക്ഷിച്ച് UDFിലേക്കും ഇന്ത്യ സഖ്യത്തിലേക്കും ചെല്ലണം. ഈ LDFിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സിനെ, അതായത് ഞാനും മുതലയച്ചനും കൂടി മാനിനെ പിടിച്ചു എന്നൊരു കഥയുണ്ടല്ലോ, ആ പരിപാടി ഇനി നടക്കില്ല എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. അതിൻ്റെ കാരണവും കൂടി ഞാൻ പറയാം. ഇവിടെ ആദ്യം ഈ കെട്ടിപ്പിടിയെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഇവിടെ പിണറായി വിജയൻ പറഞ്ഞത് നരേന്ദ്രമോദിയെ രാഹുൽ കെട്ടിപ്പിടിച്ചു എന്നാണ്. എന്താണ് അതിലെ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദി എന്താ തൊടാൻ പാടില്ലാത്ത വല്ല വസ്തുവാണോ? അയിത്തമുണ്ടോ? നരേന്ദ്രമോദിയെ പാർലമെന്റിൽ വെച്ച് രാഹുൽ കെട്ടിപ്പിടിക്കുന്നു. രാഹുൽ ഗാന്ധി മോദിജിയെ കാത്ത് ഏറെ നേരം ക്ഷമയോടെ കാത്തു നിൽക്കുന്ന. അല്ല, രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ ഈ കൊണ്ടും കൊടുത്തും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടത്താറുണ്ട്. ദേശീയ രാഷ്ട്രീയമാണ്. അതെ, ദേശീയ രാഷ്ട്രീയമാകട്ടെ, കേരള രാഷ്ട്രീയമല്ല, സംസ്ഥാന രാഷ്ട്രീയമാകട്ടെ, ഇനി ആഗോള രാഷ്ട്രീയമാകട്ടെ, ഇത് ദേശീയ രാഷ്ട്രീയമാണ്. അവിടെ ഇതൊക്കെയാണ് പതിവ്. അല്ല, ഈ ഇവിടെ കിടന്ന് ഈ ലോക്കൽ രാഷ്ട്രീയത്തിൽ കിടന്നുകൊണ്ട് ഡൽഹി രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന നടക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, അത് മറ്റൊരു ചോദ്യം. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇടതുപക്ഷക്കാരാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ രാജേഷ് ജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഷ്ട്രീയക്കാരെല്ലാം തമ്മിൽ സൗഹൃദമില്ലേ? ഈ പറയുന്ന കോൺഗ്രസ്സുകാരും CPMകാരും BJPക്കാരും ജനതാദളുകാരും ഒക്കെ അവരവരുടെ ആവശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാ സൗഹൃദവും ഉപയോഗിക്കുന്നവരാണ്. ആ സൗഹൃദം പിണറായി വിജയനേക്കാൾ മറ്റാൾക്ക് എത്രയും കൂടുതൽ അറിയാം. CMRന്റെ അവസ്ഥ എന്താണ്? CMRൽ ഇടതുപക്ഷത്തിന്റെ സുഹൃത്താണോ CMRL? അല്ല, CMRലിന്റെ മാത്രമല്ല, അല്ലല്ലോ, CMRലിന്റെ ഡയറിയിൽ, അതായത് ശശിധരൻ കർത്തയുടെ ഡയറിയിൽ പേര് വരാത്ത ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് VM സുധീരനാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ മാധ്യമ നിരീക്ഷകർ പറയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, AK ആൻ്റണി പണമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല, പക്ഷെ ചില സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് താമസിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും CMRലിൻ്റെ, അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ആൻ്റണി കൈക്കൂലി വാങ്ങില്ല, പണം വാങ്ങില്ല എന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. അങ്ങനെ തന്നെ വാങ്ങില്ല എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, പക്ഷെ അങ്ങനെ അവരുടെ ഗസ്റ്റ് ഹൗസ് പോലും ഉപയോഗിക്കാത്ത ഒരാൾ VM സുധീരൻ മാത്രമാണ്. ബാക്കി എല്ലാ പേരും CMRലിൻ്റെ സൗജന്യങ്ങൾ പറ്റിയിട്ടുണ്ട്, അവരുടെ സേവനങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതൊരു സത്യമാണ്. പിന്നെ ഈ രാഷ്ട്രീയക്കാർ തമ്മിൽ ഈ പുറമേ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോപണ പ്രത്യാരോപണങ്ങളും ആക്രമണവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. എല്ലാ രാഷ്ട്രീയക്കാരും BJPക്കാർ പറയില്ല ഇടത് വലത് ബാന്ധവം. ശരിക്കും അത് ഇടത് വലത് ബാന്ധവം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൽ വലിയൊരു ക്രൈസിസ് വരുമ്പോൾ ഭരിക്കുന്ന ഇടതാണെങ്കിൽ ഇടതിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന CP നേതാക്കളും കോൺഗ്രസിലെ നേതാക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അല്ലാതെ ഇവരൊന്നും സഭയിൽ ഒരു ബില്ല് വരുന്നു, ഈ ബില്ലിനെ സംബന്ധിച്ച് ചർച്ച നടക്കില്ലേ? തീർച്ചയായിട്ടും. പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി വനിതാ ബില്ല് കൊണ്ടുവന്നപ്പോൾ
പ്രതിപക്ഷത്തെ വിളിച്ച് ചർച്ച ചെയ്തിട്ടല്ലേ ആ സാധനം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഇത് പാർലമെന്റിലും അസംബ്ലിയിലും ഒക്കെ ഇത് പതിവുള്ള കാര്യമാണ്. അവിടെ പിന്നെ എന്തിനാണ് ഈ അയിത്തം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പിണറായി പറഞ്ഞത് രാഹുൽ ഗാന്ധി പിന്നെ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചു, എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? കെട്ടിപ്പിടിക്കാൻ നിങ്ങളോട് ആരും പറഞ്ഞില്ല. ആരെങ്കിലും പറഞ്ഞിട്ടാണോ രാഹുൽ ഗാന്ധി പോയി കെട്ടിപ്പിടിച്ച? കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചു നാളെ പാർലമെൻറ്റിൽ വെച്ച് രാഹുൽ ഗാന്ധി മോദിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടാണോ രാഹുൽ കെട്ടിപ്പിടിച്ചത്? അല്ല, അതൊക്കെ അപ്പോഴത്തെ ഒരു വികാര വിക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് BJP കണ്ടമാനം എതിർക്കുകയും മോദിയെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് വന്ന് മോദിയെ കെട്ടിപ്പിടിച്ച് പിന്നെ ഒരു സൗഹൃദം പങ്കുവെച്ചു. അതിലെന്താ ഇത്ര തെറ്റ്? മോദി എന്താ അസ്പൃശ്യനാണോ? മോദിയെ തൊടാൻ പാടില്ല എന്നുണ്ടോ? മോദിക്ക് എന്താ വല്ല രോഗമുണ്ടോ തൊടാൻ പാടില്ലാത്ത? അപ്പോൾ ഇതൊക്കെ ഈ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി വളരെ വളരെ ലളിതമാണ്. എന്താ കാര്യം എന്ന് പറയാം, കേരളത്തിലെ മുസ്ലിം വോട്ട് ഈ കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് പോയി. അതിന് ഇടതുപക്ഷത്തിന് തിരിച്ചു കിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും അത് തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ മുസ്ലിം വോട്ട് പിടിച്ചെടുക്കണം. അതിന് ഈ കോൺഗ്രസിനെ BJP ആയിട്ട് കൂട്ടിക്കെട്ടണം. പശുവിന്റെ കറവ പറ്റിയ പിന്നെ പശുവിനെ എന്ത് ചെയ്യും? അത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റേ വിശ്രമത്തിന് വിടുക. അതെ, ആർക്കാൻ കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. അത് തെറ്റാണ്. കറവ പറ്റിയാൽ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാര് വയസ്സായി ആരോഗ്യമൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ അറക്കാൻ കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അവരെ, അതുപോലെ തന്നെയാണ് പശുവിനെ. പശു അതിന്റെ ജീവിതകാലം കൊണ്ട് നമുക്ക് ഒരുപാട് പാല് തന്നു. ആ പാല് വിറ്റ് നമ്മൾ കാശൊക്കെ ഉണ്ടാക്കി നമ്മൾ കുടിച്ചു ഒക്കെ ചെയ്യും. അപ്പൊ അതിനെ വിശ്രമിക്കാൻ അനുവദിക്കുക. മുസ്ലിം വോട്ട് എന്ന ആ വോട്ട് ബാങ്ക് എന്ന പശുവിന്റെ കറവ പറ്റി. ഇനി അവിടുന്ന് കറക്കാൻ പറ്റൂല. രാവിലെ CPM കറവക്കാരൊന്നും കറക്കാൻ പറ്റില്ല. കറക്കാൻ ആ പശു നിന്നു കൊടുക്കില്ല. കറവ പറ്റിയതല്ല, അത് ആ പശു നിന്നു കൊടുക്കില്ല. അപ്പോൾ ഇനി അത് തിരിച്ചു പിടിക്കാൻ അത്ര എളുപ്പമല്ല. അതാണ് ഇവിടുത്തെ പിണറായിയുടെ വേവലാതി മുഴുവനും. അതാണ് വർഗീയ വോട്ട്. അതെ, അല്ല അവർ പാടുന്നെന്താ, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്നൊക്കെയാണ് ഇവർ പാടുന്നത്. അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ പോകുന്നത്? പാടുന്ന അണികൾ എങ്ങനെ ഉണ്ടായത്? ഈ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചു വന്നതാണോ? അല്ല, ഒന്നുകിൽ ക്രൈസ്തവ കുടുംബത്തിൽ നിന്നും, അല്ലെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവര് അങ്ങനെ അല്ലാതെ ഈ ഒരു മതത്തിലും പെടാത്ത ഒരു കമ്മ്യൂണിനെ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ കഥയുണ്ട്. ഞാൻ നമ്മുടെ സമയം നമുക്ക് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതല്ല നമ്മുടെ വിഷയം. ഇവിടെ കുഞ്ഞിന് ആരാ നൂല് കെട്ടാത്തത്? ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് തമ്മിൽ വിവാഹം കഴിക്കുന്നു, ഒരു കുഞ്ഞുണ്ടാകുന്നു. ഈ കുഞ്ഞിന് നൂലുകെട്ടൽ ചടങ്ങ്, നൂലുകെട്ട് മാത്രം, പേരുവിളി ചടങ്ങ് നടത്തുമോ? നൂലുകെട്ട്, പേരുവിളി, അല്ല ചോറൂണ്. ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുവച്ചാ ചോറൂണ് നടത്തുന്നത്. ഇതൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടു. പിന്നെ ശബരിമലയ്ക്ക് പോകാൻ നേരത്ത് മാലയിടും. ഈ മാലയിടുന്നതിന്റെ ഇടയിൽ ഇവര് കാവടി എടുക്കും. ഈ അഭിനവ മാർക്സിസ്റ്റുകളുടെ സ്വഭാവം ഇതാണ്. മൂകാംബിക പോവും, വേളാങ്കണ്ണി പോവും, ഗുരുവായൂർ പോവും. ഇതെല്ലാം ഇവര് ചെയ്യും. ഞാൻ പറഞ്ഞ അതൊക്കെ ചെയ്തോട്ടെ, അതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ മറവിൽ ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ നാടകം കളിക്കരുത്. എന്തായാലും ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചുട്ട മറുപടി കൊടുത്തു. രാഹുൽ ഗാന്ധി പറഞ്ഞു, പിന്നെ എനിക്ക് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇത് പിണറായി ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയപ്പോൾ അറിഞ്ഞൂടായിരുന്നു. ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷം ആരാണ്? UDF ആണ്. ആ UDF വേണ്ടിയാണല്ലോ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് വോട്ട് പിടിച്ചത്. അതെ അല്ലേ? അപ്പോൾ അവർ നേരെ ചെന്ന് ക്ലിഫോസിൽ മുഖ്യമന്ത്രി പിണറായിനെ കണ്ട് എന്തെങ്കിലും ഒരു ഹ്രസ്വ സന്ദർശനം. UDF-ഉം വാളയാറിനിപ്പുറത്തേ ഉള്ളൂ, വാളയാറിനപ്പുറത്തില്ല. അതായത് രാജേഷ് ജി മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊന്ന് നോക്കൂ, വാളയാറിനപ്പുറത്ത് അല്ല തമിഴ്നാട്ടിലാകട്ടെ, വാളയാറിനപ്പുറത്ത്, വാളയാറിന്റെ ചെക്ക് പോസ്റ്റ് കിടന്നപ്പുറത്ത് വന്നാൽ നമുക്ക് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണാം. ഇപ്പുറത്ത് ഇവർ പരസ്പരം എതിർത്തുകൊണ്ട് നിൽക്കുന്നു. ഇവർ രാജസ്ഥാനിൽ, തമിഴ്നാട്ടിൽ ഒക്കെ ഇവർ ജയിച്ചത് എങ്ങനെയാണ്? ആരുടെ ചെലവിലാണ്? അവിടെ എല്ലാം രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചല്ലേ വോട്ട് പിടിക്കുന്നത്. പഞ്ചാബിൽ, മഹാരാഷ്ട്രയിലൊക്കെ ഇവരെവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇടതുപക്ഷം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയുടെയും സോണിയയുടെയും ഒക്കെ പടം വെച്ചിട്ടാണ് അവർ വോട്ട് പിടിക്കുന്നത്. അല്ലാതെ ഇവർക്ക് അവിടെ പോയി എന്ത് ചെയ്യാൻ സാധിക്കും? ആ പടവലങ്ങ പോലെ താഴോട്ട് വളർന്ന് അറ്റം പറ്റിയിരിക്കുന്ന ഒരു പാർട്ടിക്ക്, അത് കേരളത്തിൽ മാത്രമുള്ള
ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ഭരണമില്ലെങ്കിലും. അല്ല, ഇതൊക്കെയാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാന വിഷയങ്ങൾ. അല്ല, 26 പേര് ജയിലിൽ കിടക്കുന്നു, അതിൽ ഗുരുതരമായ രോഗം ബാധിച്ച എത്രയോ. അല്ല, അതിനേക്കാളും അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുക്കുക, അപേക്ഷ കൊടുത്താൽ തീർന്നു, ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടാൽ തീർന്നു അത്രേ. അതുകൊണ്ട് പാർട്ടി അനങ്ങുന്നില്ല. അല്ല, അനങ്ങാൻ പറ്റില്ല, അതാണ് മറ്റൊരു സത്യം. ഇരിക്കട്ടെ, ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് വന്നത് ഇതുമായി ബന്ധപ്പെട്ട്. അതിനിടയ്ക്ക് നമ്മൾ വഴിതിരിഞ്ഞു പോയി. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ശരത് പവാർ, അഖിലേഷ് യാദവ്, മമത, ഇവരെല്ലാം കോൺഗ്രസ്സിൽ ലയിക്കാൻ പോവുകയാണ്. അതായത് കോൺഗ്രസ് ലയനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ ശരത് പവാർ പറയുന്നു. നോക്കൂ, ശരത് പവാർ എന്തിനാണ് കോൺഗ്രസ് വിട്ടുപോയത്? വിദേശിയായ സോണിയ പ്രതിപക്ഷ നേതാവാകുന്നു, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ആകുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ശരത് പവാർ പാർട്ടി വിട്ടുപോയത്. നരസിംഹറാവുവിൻ്റെ കാലം വരെ ശരത് പവാർ കോൺഗ്രസിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ശരത് പവാർ പാർട്ടി കോൺഗ്രസിനെ വിട്ടുപോയി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന NCP ഉണ്ടാക്കിയത് സോണിയയുടെ നേതൃത്വം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് പവാറിന് ഗുണമേ ഉണ്ടായുള്ളൂ, പവാറിനും മകൾക്കും കുടുംബത്തിന് മൊത്തത്തിൽ. ഇരിക്കട്ടെ, 10-25 വർഷത്തിൽ കൂടുതൽ ഇങ്ങനെ നിന്ന് താളം തുള്ളാൻ പറ്റി. പക്ഷെ ഇപ്പോൾ പവാർ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസിൽ ലയിക്കാൻ പോവുകയാണെന്ന്. അഖിലേഷ് യാദവ്, UP-യിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അഖിലേഷ് യാദവ് പറയുന്നു. UP-യിൽ ഇലക്ഷൻ വരാൻ പോവാണ്, മഹാരാഷ്ട്രയിൽ അടുത്തെങ്കിലും ഇലക്ഷൻ വരില്ല, മഹാരാഷ്ട്രയിലെ അറ്റം പറ്റി. NCP എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് മാഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ UP-യിൽ അഖിലേഷ് യാദവ് പറയുന്നു ഞങ്ങളും കോൺഗ്രസ്സിൽ ലയിക്കാൻ പോവാം. സഖ്യകക്ഷി പറഞ്ഞു നടക്കില്ല, ഇനിയിപ്പം ഒറ്റ കക്ഷി എതിർക്കണം, BJP എതിർക്കാൻ കോൺഗ്രസ്, BJP എതിർക്കാൻ, അതായത് BJP വേഴ്സസ് കോൺഗ്രസ്, ഇങ്ങനൊരു ഇത് വരുള്ളൂ. BJP ഇപ്പോൾ സ്കോർ ചെയ്യാൻ പോകുന്നത് BJP ആണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മമത ആർക്കും വേണ്ട, എടുക്കാച്ചരക്കാണ് മമത. ഇപ്പോൾ മമത ആർക്കും വേണ്ട. അതാണ് മമത ഞങ്ങൾ കോൺഗ്രസ്സിൽ വരുന്നേ, കോൺഗ്രസ്സിലേക്ക് മടങ്ങുന്നേ. കാരണം കോൺഗ്രസിനെ വിട്ടുപോയി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാണ് മമത. ആ മമത ഇപ്പൊ പറയുന്നു ഞാൻ തിരിച്ചു വരുന്നു, എനിക്ക് കോൺഗ്രസിൽ ഇടം തരണം. എന്താ ഡിമാൻഡ്? മമതയെ മരുമോനെ ജനറൽ സെക്രട്ടറി ആക്കണം. അല്ല, അതൊക്കെ രാഹുൽ ഗാന്ധി ഇപ്പൊ തന്നെ സമ്മതിക്കും. അതെ അതെ അതെ. അപ്പോൾ മമതയ്ക്ക് തിരിച്ചു വരണം, പക്ഷെ കോൺഗ്രസ് മിണ്ടുന്നില്ല, ശരത് പവാറിനോട് മിണ്ടുന്നില്ല. ഒരു പക്ഷേ അഖിലേഷ് യാദവിനോട് കോൺഗ്രസ് കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു സമീപനം കാണിക്കും. കാരണം അഖിലേഷ് യാദവ് വന്ന പ്രയോജനമുണ്ട്, അഖിലേഷിൻ്റെ കൂടെ അണികളുണ്ട്, അഖിലേഷിനൊരു വോട്ട് ബാങ്ക് ഉണ്ട്. അതുകൊണ്ട് അഖിലേഷിനെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അവിടെ കോൺഗ്രസും അഖിലേഷും ഒന്നായി കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അവിടെ അറ്റം പറ്റി കിടക്കുകയാണ്, കോൺഗ്രസിന് ഒരു ബലവുമില്ല. പക്ഷേ മഹാരാഷ്ട്രയിലും ബംഗാളിലും അങ്ങനെയല്ല, തൃണമൂലിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം കോൺഗ്രസും NCP-യും. പിന്നെ പാറ്റ ക്ലിച്ച് പിടിക്കാത്തതുകൊണ്ട് ഇപ്പം രാഹുൽ ഗാന്ധി പുതിയ അനൗൺസ്മെന്റ് ഉണ്ട്, ജെൻസി മാർച്ച് ഡൽഹിയിൽ നടത്താൻ പോവുകയാണ്. അതിന്റെ ഒരു വെടിക്കെട്ടാണ്, സാമ്പിൾ വെടിക്കെട്ടാണ് പറ്റ്നയിൽ ഇന്നലെ നടന്നത്. പറ്റ്നയിൽ ട്രെയിൻ കത്തിച്ചല്ലോ വിദ്യാർത്ഥികൾ, അതൊരു ആത്മരോഷം കൊണ്ട് കത്തിച്ചതല്ല, ഈ ഒരു ജെൻസി വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി കാണിച്ചാണ്. അല്ല, അതിനൊക്കെയുള്ള പണികൾ കിട്ടുമ്പോൾ അത് പഠിക്കും. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് സത്യത്തിൽ ഈ പ്രാദേശിക കക്ഷികളെല്ലാം ലയിച്ച്, എനിക്ക് തോന്നുന്നു അതിനകത്ത് കോൺഗ്രസിനോട് എതിർത്ത് നിൽക്കാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ DMK ആയിരിക്കും. കാരണം അവർക്കുണ്ടായ ചതി, അവർക്ക് നേരെ കാണിച്ച ചതി അവർ മറക്കില്ല. DMK അവിടെ ഒരു പക്ഷേ DMK വേറൊരു ബ്ലോക്കായിട്ട് തേജസ്വി യാദവ് കോൺഗ്രസിനൊപ്പം പോകുന്നു. തേജസ്വി യാദവ് കുറച്ച് നാളുകൂടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞാൽ തേജസ്വി യാദവും കോൺഗ്രസും ബീഹാറിൽ ഒന്നാവും. അല്ലാതെ അവർക്ക് വഴിയില്ല, അവരുടെ ഒന്നും മുന്നിൽ വേറെ വഴികളില്ല. ഇനി ഒറ്റ കക്ഷി പറഞ്ഞു ഇതുപോലെ ഇനിയിപ്പം 1 India 1 election വരികയാണെങ്കിലും അത് വന്നാൽ തന്നെ ഇവർക്കൊക്കെ തിരിച്ചടിയാണ്. അല്ല, അത് മാത്രമല്ല, ഇവരിപ്പോൾ എന്തിനാണ് ഈ ലയനമൊക്കെ ഉദ്ദേശിക്കുന്നത്? സീറ്റുകളുടെ എണ്ണം കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് ഈ ഘടകകക്ഷികളായിട്ട് നിന്നാൽ ഇതൊക്കെ വലിയ വിലയാണ്, ഇവർക്കൊക്കെ സീറ്റ് പങ്കുവെക്കണം. മറ്റേതാവുമ്പോൾ എല്ലാം കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റാണ്. എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും ഉറപ്പല്ലേ? തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവായിട്ടെങ്കിലും ഇരിക്കാൻ, ഭാവി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയെങ്കിലും പോട്ടെ, അവിടുന്ന് നമുക്ക് തുടങ്ങാം, അവിടുന്ന് നമുക്ക് മോദിയെ വീഴ്ത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇവരറിയുന്നില്ല, അണിയറയിൽ വേറെ 99 മോദിമാർ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം കോൺഗ്രസിന് അറിയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉള്ള കാര്യം 2026 ഇലക്ഷനിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിഞ്ഞില്ല രാഹുൽ ഗാന്ധി കോൺഗ്രസിലാണെന്നുള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരെ കമാന്ന് അക്ഷരം വേണ്ടിയിട്ടില്ല. അല്ല, പക്ഷെ രാഹുൽ ഗാന്ധി ചോദിച്ചു
എന്തുകൊണ്ട് മറ്റു പല സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരെ ED അറസ്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചായിരുന്നു. അതിപ്പോൾ ഈ ED അന്വേഷണം വന്നപ്പോഴാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി. ഇപ്പോൾ തൃപ്തിയായല്ലോ, എന്റെ വീട്ടിലും കൂടെ ED കയറിയപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. രേവന്ത് റെഡ്ഡി ഒന്നും കൊട്ടു കൊടുത്തില്ല, അതിന് തിരിച്ച് കരണത്തടി കിട്ടിയ പോലെ ആയിപ്പോയി. അതിന് തിരിച്ചൊരു അതുപോലത്തെ ഒരു മറുപടി കൊടുക്കുകയും ചെയ്തു. അല്ല, ഈ രേവന്ത് റെഡ്ഡിയെ തിരിച്ചും അതുപോലെ വളരെ മോശമായ ഒരു പരാമർശം നടത്തി തന്നെ. രേവന്തിനൊന്നും പ്രശ്നമല്ല. ആരെങ്കിലും വിജയാന്ന് വിളിക്കൂ? നമ്മുടെ വെള്ളാപ്പള്ളി പോലും മോത്തൂക്കി വിജയ എന്ന് വിളിക്കില്ല, പിണറായി എന്നേ പറയുള്ളൂ. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഈ രാഹുൽ വളരെ കൃത്യമായിട്ട് ഈ കോൺഗ്രസിൻ്റെ ഒരു അടിത്തറ വളരെ കൃത്യമായിട്ട് ബലപ്പെടുത്താനാണ് അവരുദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഖ്യകക്ഷികൾ പലരും അവരോടൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് അപ്പുറത്ത് CPIM എന്ന് പറയുന്ന പാർട്ടി ഒറ്റപ്പെടും. CPI പോലും കോൺഗ്രസിൽ ചെന്ന് രക്ഷ വേണമെങ്കിൽ കോൺഗ്രസിൽ UDFൻ്റെ ഭാഗമാകും. ഇവിടെ അങ്ങനൊരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുകയും കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. കാരണം അവിടെ CPM-നും വേറെ വഴിയില്ല, ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു MP-യുമായിട്ടാണ് പ്രതിപക്ഷത്തിരിക്കേണ്ടത്, ഒരേ ഒരു MP-യുമായിട്ട്. ഇനിയിപ്പോൾ രാജ്യസഭയിൽ പോലും ഒരാളെ ജയിപ്പിക്കാൻ കഴിയില്ല, അതെ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി CPM-ന്റെ ചരിത്രത്തിലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പറയാം, CPM-ന്റെ അവസാനത്തെ MP-മാർ അല്ല, CPM-ന്റെ അവസാനത്തെ CPM-ന്റെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആര്? സഖാവ് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആര്? ശ്രീ പിണറായി വിജയൻ. കഴിഞ്ഞു. ഇങ്ങനെ ഈ ഒരു രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ കേരളത്തിലെ കമ്മ്യൂണിസം അവസാനിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊന്നും അതിനകത്ത് മിനുക്കുപണി നടത്താനില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. അതിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ, ഇടതുപക്ഷത്തിന് കിട്ടുന്ന അവസരം, ഇടതുപക്ഷത്തിന് കിട്ടുന്ന ഇടം ഒക്കെ എത്ര കണ്ട് ഉണ്ടാകും എന്ന് കാലം തെളിയിക്കേണ്ടി. രാഹുൽ ആരെ കെട്ടിപ്പിടിക്കണമെന്ന് രാഹുലാണ് തീരുമാനിക്കേണ്ടത്, അത് പിണറായി വിജയൻ അല്ല തീരുമാനിക്കേണ്ടത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.